ഒരിക്കൽ കൂടി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 39th ക്ലാസ്സാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഓസിലേഷൻ ആൻഡ് വേവ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു മാസുള്ള ബോബിനെ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഒരു ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്താൽ എന്തായിരിക്കും ആ ഒരു എൻറ്റയർ പെൻഡുലത്തിൻ്റെ എഫക്റ്റീവ് ടൈം പീരീഡ്. ഈ ഒരു പ്രോബ്ലം ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലൂടെ നമ്മൾ കണ്ടു ഒരു മാസുള്ള ബോബിനെ ഒരു റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഒരു ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്താൽ ആ ഒരു എൻറ്റയർ പെൻഡുലത്തിൻ്റെ എഫക്റ്റീവ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. T is equal to 2 pi root of L divided by 1 minus 1 by x into g. അപ്പോൾ ഈ T is equal to 2 pi root of L divided by 1 minus 1 by x into g എന്ന് പറയുന്നത് ഒരു മാസുള്ള ബോബിനെ ഒരു റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ആ ഒരു പെൻഡുലത്തിൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് ടൈം പീരീഡ് ആണ് ഈ T is equal to 2 pi root of L divided by 1 minus 1 by x into g എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിലും നമ്മൾ ഇതേപോലെ തന്നെ പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തത് മുഴുവനും ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷനായ T is equal to 2 pi root of L by g എന്ന ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇതേവരെ നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇതേവരെ വർക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. A cylindrical plastic bottle of negligible mass is filled with 310 ml of water and left floating in a pond with still water. If pressed downward slightly with an amount of x and released, it starts performing simple harmonic motion. If the radius of the bottle is 2.5 cm, then the omega is close to options are option A 2.50 radius per second, option B 3.75 radius per second, option C 5 radius per second and option D 1.25 radius per second. അപ്പോൾ പ്രോബ്ലം ഇതാണ്. ഒരു സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ 310 ml വരെ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലിനെ നമ്മൾ ഒരു പോണ്ടിലേക്ക് ഫ്ലോട്ട് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുളം. ആ ഒരു കുളത്തിലേക്ക് ഫ്ലോട്ട് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. 310 ml വരെ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഒരു പോണ്ടിലേക്ക് ഫ്ലോട്ട് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ആ പോണ്ടിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിനെ ആ പോണ്ടിനുള്ളിലേക്ക് എക്സ് എന്ന ഹൈറ്റിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്ത് ആ പോണ്ടിനുള്ളിൽ വെച്ച് നമ്മൾ കൊടുത്ത ഫോഴ്സ് ആ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് നമ്മൾ കൊടുത്ത ഫോഴ്സ് റിലീസ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അതിൻ്റെ ഇമ്മേഴ്സ്ഡ് കണ്ടീഷനിൽ നിന്നും തിരിച്ച് ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചെത്തും. കാരണം പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും ഒരു ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്ത് ഒരിക്കലും മുങ്ങിപ്പോകില്ല. നമ്മൾ എത്ര തന്നെ ഇമ്മേഴ്സ് ചെയ്യാൻ ശ്രമിച്ചാലും ആ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് തിരിച്ച് അതിൻ്റെ ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പോൾ ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും ഒരു ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകണം. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതൊരു ബോഡിയാണോ നമ്മൾ ആ ഒരു ഫ്ലൂയിഡിനുള്ളിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്നത് ആ ഇമ്മേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വെയിറ്റും ഏതൊരു ബോഡിയെയാണോ നമ്മൾ ആ ഫ്ലൂയിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്നത് ആ ബോഡിയുടെ വെയിറ്റും ആ ബോഡിയെ ഇമ്മേഴ്സ് ചെയ്തപ്പോൾ ആ ബോഡി ഇമ്മേഴ്സ് ചെയ്തത് മൂലം ഡിസ്പ്ലേസ് ആക്കപ്പെട്ട ഫ്ലൂയിഡിൻ്റെ വെയിറ്റും എപ്പോഴാണോ ഈക്വലൈസ് ആകുന്നത് അപ്പോൾ മാത്രമേ ഏതൊരു ബോഡിയാണെങ്കിലും ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയുള്ളൂ. അപ്പോൾ ഏതൊരു ബോഡിയാണെങ്കിലും ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ബോഡിയാണോ ആ ഫ്ലൂയിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്നത് ആ ബോഡിയുടെ വെയിറ്റും ആ ബോഡി ഇമ്മേഴ്സ് ചെയ്തപ്പോൾ ഡിസ്പ്ലേസ് ആക്കപ്പെട്ട ഫ്ലൂയിഡിൻ്റെ വെയിറ്റും ഈക്വൽ ആയാൽ മാത്രമേ ഏതൊരു ബോഡിയാണെങ്കിലും ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എല്ലാം അതാണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ.
ലോ ഓഫ് ഫ്ലോട്ടേഷൻ്റെ ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യാനുള്ള നിയമം. ആ നിയമം ഇതാണ്: ഏതൊരു ബോഡിയാണെങ്കിലും ആ ഒരു ബോഡി ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ബോഡിയാണോ ആ ഒരു ഫ്ലൂയിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്നത് ആ ബോഡിയുടെ വെയിറ്റും, ഇമ്മേഴ്സ് ചെയ്തപ്പോൾ ആ ബോഡി നമ്മൾ ഇമ്മേഴ്സ് ചെയ്യിച്ചപ്പോൾ ആ ബോഡി ഇമ്മേഴ്സ് ചെയ്തത് മൂലം ഡിസ്പ്ലേസ് ആക്കപ്പെട്ട ഫ്ലൂയിഡിന്റെ വെയിറ്റും എപ്പോഴാണോ ഈക്വൽ ആകുന്നത് ആ സമയത്ത് മാത്രമേ ഏതൊരു ബോഡിയാണെങ്കിലും ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യുന്നവയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണ്. 310 ml വരെ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ഇനിഷ്യലി ആ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ആ പോണ്ടിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ആ പോണ്ടിന്റെ ടോപ്പ് സർഫസിൽ നിന്നും പോണ്ടിനുള്ളിലേക്ക് എക്സ് എന്ന ഹൈറ്റിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് അതിനുശേഷം ആ ബോട്ടിൽ നിന്നും നമ്മൾ കൊടുത്ത അത്രയും ഫോഴ്സ്, പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്ത അത്രയും ഫോഴ്സ് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ തിരിച്ച് ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് എത്തി കുറച്ചു നേരം ആ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ കണ്ടിന്യൂ ചെയ്ത് ആ ടു ആൻഡ് ഫ്രോ മോഷൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ആ ഒരു മോഷന്റെ ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗ? അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗയാണ്. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായത്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് റേഡിയസ് പെർ സെക്കൻഡിലാണ്. അപ്പോൾ ഓപ്ഷൻ എ 2.50 റേഡിയസ് പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി 3.75 റേഡിയസ് പെർ സെക്കൻഡ്, ഓപ്ഷൻ സി 5 റേഡിയസ് പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി 1.25 റേഡിയസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് എല്ലാം തന്നിരിക്കുന്നത് റേഡിയസ് പെർ സെക്കൻഡിലാണ്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗയാണ്. കാരണം ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗയുടെ ഇക്വേഷൻ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ is equal to 2π/t ആണ്. അതായത് ഒരു ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന്റെ ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗയെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു യൂണിറ്റ് ടൈം എടുത്താൽ ആ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയ തീറ്റയാണ് ആ പാർട്ടിക്കിൾ കവർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു ബോഡിയുടെ ഫ്രീക്വൻസി ഏതൊരു കാര്യത്തിന്റെ ആണെങ്കിലും ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര തവണ എന്നുള്ളൊരു മീനിങ് ആണ്. ഒരു കാര്യത്തിന്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് എത്ര തവണ സംഭവിക്കുന്നു, എത്ര തവണ എന്നുള്ളൊരു മീനിങ് ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു യൂണിറ്റ് ടൈം നമ്മൾ എടുത്താൽ ആ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾ കവർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗ എന്ന് വിളിക്കുക. സോ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ is equal to 2π/t. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ is equal to 2π/t. ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്, 2π എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയ തീറ്റയാണ്, t എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. അപ്പോൾ ഈ 2π എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയ തീറ്റയാണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ റൊട്ടേഷൻ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ 2π കംപ്ലീറ്റ് ചെയ്യും, ഫസ്റ്റ് ഹാഫിൽ പൈ കംപ്ലീറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഹാഫിൽ വീണ്ടും ഒരു പൈ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ 2π ആകില്ലേ. അപ്പോൾ അതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. സോ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആ ഒരു ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾ കവർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗ is equal to 2π/t എന്ന് പറയുന്നത് റേഡിയസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് എല്ലാം തന്നിരിക്കുന്നത് റേഡിയസ് പെർ സെക്കൻഡിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ആംഗുലർ ഫ്രീക്വൻസി തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക? അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ സിനാരിയോ ഇതാണ്: ഒരു പോണ്ട് ഉണ്ട്, ആ ഒരു പോണ്ടിന്റെ മുകളിലായിട്ട് ഇനിഷ്യലി ഒരു 310 ml വരെ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഏതൊരു ബോഡിയാണെങ്കിലും ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകണം. ആ കണ്ടീഷൻ ഇതാണ്: നമ്മൾ ഏത് ബോഡിയാണോ ആ ഫ്ലൂയിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്നത് ആ ബോഡിയുടെ വെയിറ്റും ഇമ്മേഴ്സ് ചെയ്യിച്ചപ്പോൾ ഡിസ്പ്ലേസ് ആക്കപ്പെട്ട ഫ്ലൂയിഡിന്റെ വെയിറ്റും എപ്പോഴാണോ ഈക്വലൈസ് ആകുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ഏതൊരു ബോഡിയാണെങ്കിലും ഒരു ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യുള്ളൂ. അതല്ല എങ്കിൽ ആ ബോഡി ഫ്ലോട്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഫ്ലോട്ട് ചെയ്യുന്നവയാണ്. അപ്പോൾ അങ്ങനെയാണ് സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ
310 ml വരെ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു പോണ്ടിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ആയിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിലിനെ അതിന് പോണ്ടിനുള്ളിലേക്ക് നമ്മൾ പ്രസ് ചെയ്യാണ്. ആ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഈ കുളത്തിനുള്ളിലേക്ക് നമ്മൾ എക്സ് എന്ന ഹൈറ്റിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് പ്രസ് ചെയ്തു. പ്രസ് ചെയ്തതിന് ശേഷം ആ ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള പോണ്ടിനുള്ളിലുള്ള ആ പോയിന്റിൽ ആ ഒരു പോണ്ടിനുള്ളിലേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എക്സ് എന്ന ഹൈറ്റിൽ പ്രസ് ചെയ്തതിന് ശേഷം ആ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് നമ്മൾ അത്രയും ഫോഴ്സ് റിലീസ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അത് തിരിച്ച് അതിൻ്റെ ഫ്ലോട്ടിംഗ് കണ്ടീഷൻ റീഗെയിൻ ചെയ്ത് കുറച്ച് നേരം ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ആ ഒരു മോഷന്റെ ആംഗുലർ ഫ്രീക്വൻസി എത്രയാണ് അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സിനാരിയോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ശരിക്കും സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ഈ ഓസിലേഷൻ എന്ന ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഓസിലേഷൻ എന്ന പ്രോസസ്സിന്റെ ഒരു എസൻസ് ആയിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സിമ്പിൾ ഹാർമോണിക് മോഷനെ ഓസിലേഷൻ എന്ന പ്രോസസ്സിന്റെ എസൻസ് ആയിട്ട് വിശേഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? അതിനുള്ള കാരണം നമ്മൾ ഒരു 3 പ്രോപ്പർട്ടീസ് ആയിട്ട് പറഞ്ഞു. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ 3 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു മീൻ പൊസിഷനിൽ ഇരിക്കുന്ന എം മാസുള്ള ബോബിനെ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് എക്സ് എന്ന ഡിസ്പ്ലേസ്മെന്റിൽ മറ്റൊരു പി എന്ന എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തിച്ച് ആ പി എന്ന എക്സ്ട്രീം പൊസിഷനിൽ വെച്ച് അത്രയും ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ, അതായത് ഒരു പെൻഡുലം ഇതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഇത് L ലെങ്ത് ഉള്ള സ്ട്രിങ്, ആ സ്ട്രിങ്ങിന്റെ എൻഡ് പോർഷനിലായിട്ട് M മാസുള്ള ഒരു ബോബ്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് ഒന്നും ഈ ബോബിലേക്ക് ആക്ട് ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ആ ബോബിനുള്ള പൊസിഷൻ ആയിരിക്കും അതിന്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ. അങ്ങനെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുന്ന ഈ M മാസുള്ള ബോബിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിന്റെ മീൻ പൊസിഷനിൽ നിന്നും മറ്റൊരു എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തിക്കുമ്പോൾ എക്സ് എന്ന ഡിസ്പ്ലേസ്മെന്റിൽ മറ്റൊരു എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തിച്ച് ഈ പി എന്ന എക്സ്ട്രീം പൊസിഷനിൽ വെച്ച് നമ്മൾ ആ ഫോഴ്സിനെ ഒന്ന് റിലീസ് ചെയ്താൽ തീർച്ചയായിട്ടും അത്രയും ഡിസ്പ്ലേസ്മെന്റ് കുറച്ചുകൊണ്ട് ആ ബോബ് അതിന്റെ മെയിൻ പൊസിഷനിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ, അതായത് ഈ മെയിൻ പൊസിഷനിൽ നിന്നും എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള ആ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ആയ എക്സ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം വേഗതയിൽ ഈ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഈ മീൻ പൊസിഷനിൽ നിന്നും എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള ഈ ബോബിന്റെ ആ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു അകലം അല്ലെങ്കിൽ ആ ഒരു ദൂരം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം വേഗതയിൽ ഈ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മീൻ പൊസിഷനിൽ നിന്നും എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള ആ ബോബിന്റെ ദൂരം എത്രത്തോളം കുറയുന്നോ അത്രത്തോളം കുറഞ്ഞ വേഗതയിൽ മാത്രമേ ഈ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബോബ് ഓസിലേറ്റ് ചെയ്യുള്ളൂ. അതായത് ഈ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സും ആ ഡിസ്പ്ലേസ്മെന്റ് മൂലം ആ ബോബ് ഗെയിൻ ചെയ്യുന്ന അതിന്റെ ആക്സിലറേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ശരിയാണ്. ആ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ, അതായത് ഈ മീൻ പൊസിഷനിൽ നിന്നും എക്സ്ട്രീം പൊസിഷനിലേക്കുള്ള ഈ ബോബിന്റെ ദൂരം എത്രത്തോളം കൂടുന്നോ ആ എക്സ്ട്രീം പൊസിഷനിൽ വെച്ച് ആ ഫോഴ്സ് റിലീസ് ചെയ്യുന്നതോടെ അത്രയും വേഗതയിൽ ആ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യും. ഈ മീൻ പൊസിഷനിൽ നിന്നും എക്സ്ട്രീം പൊസിഷനിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം കുറഞ്ഞ വേഗതയിൽ മാത്രമേ ആ ബോബ് ഓസിലേറ്റ് ചെയ്യുള്ളൂ. അതായത് ആ ബോബിന്റെ ആക്സിലറേഷനും ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റും ആ ഡിസ്പ്ലേസ്മെന്റ് മൂലം ബോബ് അച്ചീവ് ചെയ്യുന്ന അതിന്റെ ആക്സിലറേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായിരുന്നു ഫസ്റ്റ് പ്രോപ്പർട്ടി. പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ആ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നത് away from the mean position ആണ്. ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. പക്ഷേ ബോബിനുണ്ടാകുന്ന കറസ്പോണ്ടിങ് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ആ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സും ആ ഡിസ്പ്ലേസ്മെന്റ് മൂലം ആ ബോബ് അറ്റൈൻ ചെയ്യുന്ന ആക്സിലറേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ ആ രണ്ട് കാര്യത്തിന്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്.
displacement is always tending to away from the mean position, but the acceleration is always tending towards the mean position. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ. ആ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആയിരുന്നു, എസ്റ്റിമേഷൻ ആയിരുന്നു, ആക്സിലറേഷൻ എ directly proportional to minus x, or acceleration a is equal to minus omega square x. അപ്പോൾ ഈ ആക്സിലറേഷൻ a is equal to minus omega square x എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ്. ആക്സിലറേഷൻ a is equal to minus omega square x. ആക്സിലറേഷൻ a directly proportional to minus x എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന വെരി ഇമ്പോർട്ടൻറ്റ് എസ്റ്റിമേഷൻ ആണ്. ആ ഒരു എസ്റ്റിമേഷനിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന ഇക്വേഷൻ ആണ് ആക്സിലറേഷൻ a is equal to minus omega square x. അപ്പോൾ ഈ ആക്സിലറേഷൻ a is equal to minus omega square x എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ നിന്നുമുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. ആക്സിലറേഷൻ a is equal to minus omega square x എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. എന്താണ് സെക്കൻഡ് പ്രോപ്പർട്ടി? സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോബിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ L ലെങ്തുള്ള സ്ട്രിങ് എപ്പോഴും ഈ ബോബിലേക്ക് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഫലമായിട്ട് എത്ര ദൂരെയുള്ള എക്സ്ട്രീം പൊസിഷനിലേക്ക് ഈ ബോബിനെ എത്തിച്ചാലും ആ എക്സ്ട്രീം പൊസിഷനിൽ വെച്ച് നമ്മൾ ഫോഴ്സ് റിലീസ് ചെയ്യുന്നതോടെ ആ പാർട്ടിക്കിൾ, ആ ബോബ് അതിൻ്റെ അത്രയും ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ് കുറച്ചുകൊണ്ട് അതിൻ്റെ മെയിൻ പൊസിഷനിലേക്ക് എത്തും. അങ്ങനെ എത്താനുള്ള കാരണം ഈ സ്ട്രിങ്, ബോബിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ സ്ട്രിങ് ബോബിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ ഏതൊരു ബോഡിയിലാണെങ്കിലും റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെ എതിർക്കാനാണ്. അപ്പോൾ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ കേസ് എടുത്താൽ ആ ഒരു മെറ്റീരിയലിനെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ മെറ്റീരിയലിനെ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ നിന്നും ഒരു ഡിഫോംഡ് കണ്ടീഷനിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്താൽ ആ ഇലാസ്റ്റിക് മെറ്റീരിയലിനുള്ളിൽ തന്നെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിനായിരിക്കും ട്രൈ ചെയ്യുന്നത്? ആ മെറ്റീരിയലിനെ അതിൻ്റെ ഡിഫോംഡ് കണ്ടീഷനിൽ നിന്നും ഒറിജിനൽ കണ്ടീഷനിലേക്ക് എത്തിക്കാനായിരിക്കും ട്രൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെയും അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എമൗണ്ട് ഓഫ് ഡിഫർമേഷൻ ആണ് ഇലാസ്റ്റിക് മെറ്റീരിയൽസിന്റെ കേസിൽ. ഓസിലേഷന്റെ കേസിൽ ഈ സ്ട്രിങ് ബോബിലേക്ക് കൊടുക്കുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എതിർത്തുകൊണ്ടിരിക്കുന്നത് എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സിനെയാണ്. എമൗണ്ട് ഓഫ് ഡിഫർമേഷൻ അല്ല, എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സിനെയാണ്. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബോബ് എപ്പോഴും ഒരു ഇനർഷ്യ എന്ന പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഏതൊരു ബോഡിക്കും ഉള്ള ഒരു ടെൻഡൻസിയാണ് ഇനർഷ്യ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ എതിർക്കുന്ന കാര്യമാണ് ഇനർഷ്യ. അപ്പോൾ ഈ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി എപ്പോഴും, അതാണ് തേർഡ് പ്രോപ്പർട്ടി, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബോബ് എപ്പോഴും ഇനർഷ്യ എന്നൊരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു മൂന്ന് പ്രധാനപ്പെട്ട സിമ്പിൾ ഹാർമോണിക് മോഷന്റെ മൂന്ന് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്. ആ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എസ്റ്റിമേഷൻ ആണ് ആക്സിലറേഷൻ a ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ഈ മൈനസ് വരാൻ കാരണം ആക്സിലറേഷന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നിരിക്കുന്നത്. ആ എസ്റ്റിമേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് acceleration a is equal to minus omega square x. അപ്പോൾ ഈ acceleration a is equal to minus omega square x എന്ന ഈ ഒരു ഇക്വേഷൻ മിക്കവാറും നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് എല്ലാം കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു ഓസിലേഷൻ്റെ എസെൻസ് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ മൂന്ന് പ്രോപ്പർട്ടീസും ഒരു ഓസിലേഷൻ എന്ന പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ ഓസിലേഷൻ എന്ന പ്രോസസ്സിന്റെ ഒരു എസെൻസ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. കൂടാതെ മറ്റൊരു ഇക്വേഷനെ കൂടി നമ്മൾ പഠിച്ചിരുന്നു, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് കൂടാതെ മറ്റ് രണ്ട് ഇക്വേഷൻസും കൂടി നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ പഠിച്ചിരുന്നു. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ, വെലോസിറ്റി v is equal to omega root of a square minus x square. അപ്പോൾ ഈ ഒരു ഇക്വേഷനും സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്.
ഈ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡി ഹോൾഡ് ചെയ്യുന്ന വെലോസിറ്റിക്കുള്ള ഇക്വേഷനാണ്. വെലോസിറ്റി v ഈസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നതും സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വെലോസിറ്റി v ഈസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ a sin ഒമേഗ t പ്ലസ് ഫൈ. a sin ഒമേഗ t പ്ലസ് ഫൈ. അപ്പോൾ ഇതായിരുന്നു ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ. അപ്പോൾ വെലോസിറ്റി ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ v ഈസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി ബോഡി ഹോൾഡ് ചെയ്യുന്ന വെലോസിറ്റിക്കുള്ള ഇക്വേഷനാണ്. v is equal to omega root of a square minus x square. x is equal to a sin omega t എന്ന് പറയും. sin omega t plus phi എന്ന് പറയുന്നത് ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡി ഹോൾഡ് ചെയ്യുന്ന ബോഡിക്കുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ പ്രോബ്ലം ഇതാണ്. ഒരു പോണ്ട് അപ്പോൾ ഇതാണ് പോണ്ട്. ഈ ഒരു പോണ്ടിൽ ഇനിഷ്യലി 310 ml വരെ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ. സിലിണ്ടർ അല്ലേ, സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് 310 ml വരെ വാട്ടർ ഫില്ല് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്, സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ. ഈ ഒരു പോണ്ടിൽ 310 ml വരെ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ ഒരു പോണ്ടിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഈ പോണ്ടിനുള്ളിലേക്ക് എക്സ് എന്ന ഹൈറ്റിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇനിഷ്യലി ഈ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ പോണ്ടിന്റെ മുകളിലായിട്ട് ഫ്ലോട്ട് 310 ml വരെ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ പോണ്ടിന്റെ മുകളിലായിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലിനെ പോണ്ടിനുള്ളിലേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എക്സ് എന്ന ഹൈറ്റിൽ ഒന്ന് പ്രസ് ചെയ്തു, അല്ലെങ്കിൽ ഒന്ന് ഇമ്മേഴ്സ് ചെയ്തു എക്സ് എന്ന ഹൈറ്റിൽ. അപ്പോൾ നമ്മൾ ഈ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഇമ്മേഴ്സ് ചെയ്യുന്നത് ഫ്ലൂയിഡിലേക്കാണ്. പോണ്ട് എന്ന് പറഞ്ഞാൽ കുളം, മുഴുവൻ വെള്ളമുള്ളൊരു കുളം. കുളം എന്ന് പറഞ്ഞാൽ ഫുൾ വെള്ളമാണ്. അപ്പോൾ ഈ ഫുൾ വെള്ളമുള്ള ഈ പോണ്ടിനുള്ളിലേക്കാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ എക്സ് എന്ന ഹൈറ്റിൽ ഒന്ന് പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് ഇമ്മേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്നത് ഫ്ലൂയിഡിലേക്ക് ആയതുകൊണ്ട് തന്നെ ഫ്ലൂയിഡിന്റെ ആ സമയം ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഫ്ലൂയിഡ് ശരിക്കും അതിന്റെ സ്വഭാവം കാണിക്കും. ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ എക്സ് എന്ന ഹൈറ്റിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ഈ പോണ്ടിനുള്ളിലുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഈ ഫ്ലൂയിഡ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ഈ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു പോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് കൊടുക്കും. ശരിയല്ലേ? ഈ ഫ്ലൂയിഡ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്നത് ഫ്ലൂയിഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ പോണ്ടിലുള്ള അത്രയും ഫ്ലൂയിഡ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു പോയിന്റ് ഫോഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു അപ്വേർഡ് ത്രസ്റ്റ് കൊടുക്കും. ആ പോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റിന്റെ ഫലമായിട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ തിരിച്ച് ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പോൾ ഈ പോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് പറയുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു പോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറയുന്നത് ഏതൊരു ബോഡിയിലേക്കും, ഒരു ബോഡിയെ നമ്മൾ ഒരു ഫ്ലൂയിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്താൽ ആ ഫ്ലൂയിഡ് ബോഡിയിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആണ് പോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ്. ആ ഒരു പോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റിന് ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഏത് ബോഡിയാണോ ഇമ്മേഴ്സ് ചെയ്യുന്നത് ആ ബോഡിയുടെ വെയിറ്റും ഇമ്മേഴ്സ് ചെയ്യപ്പെട്ടപ്പോൾ ഡിസ്പ്ലേസ് ആക്കപ്പെട്ട ഫ്ലൂയിഡിന്റെ വെയിറ്റും എപ്പോഴാണോ ഈക്വൽ ആകുന്നത് അപ്പോൾ മാത്രമായിരിക്കും ഫ്ലൂയിഡ് ബോഡിയിലേക്ക് കൊടുക്കുന്ന അപ്വേർഡ് ത്രസ്റ്റ് അല്ലെങ്കിൽ പോയിന്റ് ഫോഴ്സിന് റിസൾട്ട് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഈ ഫ്ലൂയിഡിനുള്ളിലേക്ക് എക്സ് എന്ന ഹൈറ്റിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഈ 310 ml വരെ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ സിലിണ്ടറിക്കൽ
പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഒന്ന് ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്നത് ഫ്ലൂയിഡിലേക്കാണ്, അല്ലെങ്കിൽ ഈ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഇമ്മേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസ് ചെയ്യുന്നത് ഫ്ലൂയിഡിലേക്കാണ്. ഫ്ലൂയിഡിലേക്ക് ആയതുകൊണ്ട് തന്നെ ആ സമയം ഈ ഫ്ലൂയിഡ് ഈ ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്ന സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ബോയിന്റ് ഫോഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു അപ്വേർഡ് ത്രസ്റ്റ് കൊടുക്കും. ആ ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് കൊടുക്കുന്ന ആ ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റിന്റെ ഫലമായിട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ തിരിച്ച് അതിന്റെ ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇനി വീണ്ടും നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് വീണ്ടും എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഈ പോണ്ടിനുള്ളിലേക്ക് എക്സ് എന്ന ഹൈറ്റിൽ വീണ്ടും ഒന്ന് ഇമ്മേഴ്സ് ചെയ്താൽ വീണ്ടും ഈ പോണ്ടിനുള്ളിലുള്ള അത്രയും ഫ്ലൂയിഡ് ഈ ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് കൊടുത്ത് വീണ്ടും ആ പ്ലാസ്റ്റിക് ബോട്ടിലിനെ അതിന്റെ ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കും. വീണ്ടും നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് വീണ്ടും എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഈ പോണ്ടിനുള്ളിലേക്ക് എക്സ് എന്ന ഹൈറ്റിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് പ്രസ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് ഇമ്മേഴ്സ് ചെയ്താൽ വീണ്ടും ഫ്ലൂയിഡ് എന്ത് ചെയ്യും? വീണ്ടും ഫ്ലൂയിഡ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് കൊടുത്തുകൊണ്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിലിനെ തിരിച്ച് അതിന്റെ ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കും. അപ്പോൾ എത്ര തവണ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ആ പോണ്ടിനുള്ളിലേക്ക് എക്സ് എന്ന ഹൈറ്റിൽ പ്രസ് ചെയ്താലും ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് കൊടുത്തുകൊണ്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിലിനെ അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒറിജിനൽ കണ്ടീഷനിലേക്ക് എത്തിക്കും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ശരിക്കും ഈ ഫ്ലൂയിഡ് ഈ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് കൊടുക്കുന്ന ആ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് ശരിക്കും ഓപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്ത ഈ എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ്. ശരിയല്ലേ? അതായത് ഇവിടെ ശരിക്കും ഈ ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുക്കുന്ന ആ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് ഈ ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇമ്മേഴ്സ് ചെയ്ത ആ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഫ്ലൂയിഡ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുത്ത ആ ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് ശരിക്കും ചെയ്യുന്നത് ആ പ്ലാസ്റ്റിക് ബോട്ടിലിനെ അതിന്റെ ഇമ്പേഴ്സ്ഡ് കണ്ടീഷനിൽ നിന്നും ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കുകയാണ് ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ്. അപ്പോൾ ശരിക്കും ആ ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് കൊടുത്ത ആ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് ശരിക്കും ഇവിടെ എതിർത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ്. അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുത്ത ആ ഒരു ബോയിന്റ് ഫോഴ്സ് ശരിക്കും എതിർത്തുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടായ ചേഞ്ചിനെയാണ്. അതായത് ആ ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് കൊടുത്ത ആ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് ശരിക്കും ആ പ്ലാസ്റ്റിക് ബോട്ടിലിനെ തിരിച്ച് അതിന്റെ ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കുകയാണ്. ഇമ്മേഴ്സ്ഡ് കണ്ടീഷനിൽ നിന്നും ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സിനെ എതിർത്തുകൊണ്ട് ഈ ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് കൊടുത്ത ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് നമ്മൾ ആ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് എക്സ്റ്റേണലി കൊടുത്ത ഫോഴ്സിനെ എതിർത്തുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലിനെ തിരിച്ച് അതിന്റെ ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കുകയാണ്. അത് ശരിക്കും ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഫംഗ്ഷനാണ്. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ എതിർത്തുകൊണ്ട് ആ ഒരു പാർട്ടിക്കിളിനെ അതിന്റെ ചേഞ്ച്ഡ് കണ്ടീഷനിൽ നിന്നും ഒറിജിനൽ കണ്ടീഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും ചെയ്യുന്ന ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ നോക്കിയാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ മെറ്റീരിയലിനെ ഒറിജിനൽ കണ്ടീഷനിൽ നിന്ന് ഡിഫോംഡ് കണ്ടീഷനിലേക്ക് ആക്കുമ്പോൾ ആ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഇലാസ്റ്റിക് മെറ്റീരിയലിൽ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ട്രൈ ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റേണലി കൊടുത്ത ഫോഴ്സിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ എമൗണ്ട് ഓഫ് ഡിഫോർമേഷനെ എതിർത്തുകൊണ്ട് അതിനെ ഒറിജിനൽ ഷേപ്പ് എത്തിക്കാനായിട്ടാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അതായത് ഈ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടായ ചേഞ്ച് എമൗണ്ട് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് കൊടുത്തതിന്റെ ഫലമായിട്ട് ഈ ബോയിന്റ് അതായത് ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് കൊടുത്ത ആ ബോയിന്റ് ഫോഴ്സ് ഓർ അപ്വേർഡ് ത്രസ്റ്റ് ശരിക്കും നമ്മൾ എക്സ്റ്റേണലി കൊടുത്ത അപ്ലൈഡ് ഫോഴ്സിനെയും ഈ എക്സിനെയും എതിർത്തുകൊണ്ട് ഈ ബോയിന്റ് ഫോഴ്സ് എന്ത് ചെയ്യാണ്? ആ പ്ലാസ്റ്റിക് ബോട്ടിനെ തിരിച്ച് അതിന്റെ ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഈ ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് കൊടുത്ത ആ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് എതിർക്കുന്നത് നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സിനെയും ആ എക്സ്റ്റേണൽ ഫോഴ്സ് മൂലം ആ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടായ എമൗണ്ട് ഓഫ് എക്സിനെയുമാണ്. എമൗണ്ട് ഓഫ് ഹൈറ്റ് അല്ലെങ്കിൽ എക്സിനെയാണ് എതിർത്തുകൊണ്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിനെ തിരിച്ചതിന്റെ ഒറിജിനൽ കണ്ടീഷനായ ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കുകയാണ്. അത് ശരിക്കും ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ ശരിക്കും ഈ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് ഈ ഫ്ലൂയിഡ്
പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് കൊടുത്ത ആ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് ഇവിടെ ശരിക്കും ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. സോ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്ലൂയിഡ് ബോട്ടിലേക്ക് കൊടുത്ത ബോട്ടിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുത്ത ആ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റിനെ നമ്മളൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് എടുക്കുകയാണ്. എന്തുകൊണ്ടാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് എടുത്തത്? ഇവിടെ ഈ നമ്മൾ എക്സ് എന്ന ഹൈറ്റിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് എക്സ് എന്ന ഹൈറ്റിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് പ്രസ് ചെയ്തപ്പോൾ ഇമേഴ്സ് ചെയ്തപ്പോൾ ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു പോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് കൊടുത്തുകൊണ്ട് ഇത്രയും എക്സിനെ കുറച്ചുകൊണ്ട് അതിന്റെ ഫ്ലോട്ടിംഗ് കണ്ടീഷനിലേക്ക് എത്തിച്ചു. ശരിയല്ലേ? അതായത് ഇവിടെ ശരിക്കും ഈ ബോട്ടിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഫ്ലൂയിഡ് കൊടുക്കുന്ന ആ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് എതിർക്കുന്നത് നമ്മൾ എക്സ്റ്റേണലി കൊടുത്ത അപ്ലൈഡ് ഫോഴ്സിനെയും ആ അപ്ലൈഡ് ഫോഴ്സ് മൂലം ആ ബോട്ടിലുണ്ടായ എമൗണ്ട് ഓഫ് ഹൈറ്റിനെയുമാണ് അല്ലെങ്കിൽ ആ എക്സിനെയുമാണ്. അത് ശരിക്കും ചെയ്യുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഈ ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റിനെ റോ വി ജിയെ നമ്മളൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതാണ് സ്റ്റെപ്പ് നമ്പർ 1. സോ സ്റ്റെപ്പ് നമ്പർ 1, let buoyant force exerted by fluid on the plastic bottle exerted by the fluid on plastic bottle be the restoring force. Restoring force be the restoring force. So restoring force Fs is equal to minus rho Vg. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് Fs is equal to minus rho Vg. അപ്പോൾ ഈ റോ Vg എന്ന് പറയുന്നത് ബോയിന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഈ ഒരു സിനറിയോയിലൂടെ നമുക്ക് മനസ്സിലായത് ഈ ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുക്കുന്ന ആ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് ശരിക്കും എതിർത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സിനെയും ആ എക്സ്റ്റേണൽ ഫോഴ്സ് മൂലം ആ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടായ എമൗണ്ട് ഓഫ് ചേഞ്ച് ആയ എക്സിനെയുമാണ്. അത് ശരിക്കും ചെയ്യുന്ന ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഈ ഫ്ലൂയിഡ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് കൊടുത്ത ആ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റിനെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് എടുക്കുകയാണ്. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് Fs is equal to minus rho Vg. ഇവിടെ മൈനസ് വരാൻ കാരണം എതിർക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്, ഓപ്പോസ് ചെയ്യാണ്. എക്സ്റ്റേണൽ ഫോഴ്സിനെ എതിർക്കുകയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്, അല്ലെങ്കിൽ ആ എമൗണ്ട് ഓഫ് ചേഞ്ച് ആയ എക്സിനെ എതിർക്കുകയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയ Fs. ഇവിടെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ബോയിന്റ് ഫോഴ്സ് ആയ റോ Vg ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് എടുക്കുകയാണ്. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. Let the buoyant force exerted by the fluid on plastic bottle be the restoring force. So Fs is the restoring force. Fs is equal to minus rho Vg. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ എഴുതി. അതിനുശേഷം സ്റ്റെപ്പ് നമ്പർ 1 നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 1 ഇതായിരുന്നു. Fs is equal to minus rho Vg. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ നമ്പർ 1ൽ നമുക്കൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, ഒരു റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയ Fs ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്? മൈനസ് റോ Vg ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റിനെ എടുത്തത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ ഈ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റിനെ നമ്മളൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് എടുക്കുകയാണ്. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് Fs is equal to minus rho Vg. മൈനസ് വന്നിരിക്കുന്നത് എതിർക്കുന്നത് എന്ന് കാണിക്കുന്നില്ല. ഓർ F is equal to minus rho Axg എന്ന് എഴുതിയാൽ തെറ്റില്ല. കാരണം Ax എന്ന് പറഞ്ഞാൽ ഇവിടെ x എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, x എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ്, ഇവിടെ x എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. സോ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ആണ്. ഇവിടുത്തെ ഈ വോളിയത്തിന് ഞാൻ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതി ഇൻറ്റു ജി. ഓർ F is equal to rho Ag into x. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2ൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്.
equal to rho Ag into x. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ നമ്പർ 2 ഇതാണ്. F is equal to rho Ag into x. ഇവിടെ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്പർ 2 നമുക്കൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, ഒരു റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? നോർമൽ ഫോഴ്സ് ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണെങ്കിൽ മുതൽ നോർമൽ ഫോഴ്സ് ആണ്. നോർമൽ ഫോഴ്സ് ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്? മൈനസ് ഉണ്ട്. ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്? മൈനസ് റോ Ag ഇൻറ്റു എക്സ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതി. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 3. സ്റ്റെപ്പ് നമ്പർ 3 ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ നമ്പർ 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന നോർമൽ ഫോഴ്സ് ഞാൻ ഫോഴ്സിന്റെ ബേസിക് ഇക്വേഷൻ കൊടുക്കുകയാണ്. എന്താണ് ഫോഴ്സിന്റെ ബേസിക് ഇക്വേഷൻ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ഈ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സിന്റെ ബേസിക് ഇക്വേഷൻ ഞാൻ ഈ സ്റ്റെപ്പ് നമ്പർ 2 നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഫോഴ്സിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതാണ് സ്റ്റെപ്പ് നമ്പർ 3. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് equation of force. Substituting equation of force in equation number 2. Therefore, equation becomes ma. Force in the center, mass into acceleration, substituting. Ma is equal to minus rho Ag into x into L. ശരിയല്ലേ? ma is equal to minus rho Ag into x into L. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എഴുതി. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 3 നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 3 ആണ്. ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഇക്വേഷൻസ് അതേപോലെ തന്നെ എഴുതിയെടുത്തോളാം നോട്ട്സ് ആയിട്ട്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 3 നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ സ്റ്റെപ്പ് നമ്പർ 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഫോഴ്സിന് ഞാൻ ഫോഴ്സിന്റെ നോർമൽ ഇക്വേഷനായ മാസ് ഇൻറ്റു ആക്സിലറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് സ്റ്റെപ്പ് നമ്പർ 3 കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ആണ് ma is equal to minus rho Ag into x. Minus rho Ag into x. Or A is equal to minus rho Ag by m into x. എന്ന് എഴുതിയാൽ തെറ്റി. A is equal to minus Ag divided by m into x. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 3 ആയിരുന്നു. ഇത് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 4 ഇതാണ്. A is equal to minus rho Ag divided by m into x. ഇനി ഈ ഇക്വേഷൻ നമ്പർ 4 നമുക്കൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, ഒരു റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? ആക്സിലറേഷൻ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്? മൈനസ് റോ Ag ബൈ m ഇൻറ്റു എക്സ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്പർ 4 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ആക്സിലറേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് ഇക്വേഷൻ ആക്സിലറേഷൻ A is equal to minus omega square x. അപ്പോൾ ഈ ആക്സിലറേഷൻ A is equal to minus omega square x എന്ന ഈ ഒരു ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ നമ്പർ 4 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ആക്സിലറേഷന് കൊടുക്കുകയാണ്. സോ അതാണ് സ്റ്റെപ്പ് നമ്പർ 4. Substituting equation for acceleration in equation number 4. Therefore, substituting acceleration is under minus omega square x is substituted. So minus omega square x is equal to minus rho Ag by m into x. X cancel, minus cancel. Which are all the terms are. Omega square is equal to rho Ag by m. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഒമേഗയാണ്. അപ്പോൾ ഒമേഗ is equal to root of rho Ag divided by m.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 5 ഇതാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒമേഗയാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റോ എ ജി ഡിവൈഡഡ് ബൈ എം. Root of rho Ag divided by m. That is root of omega is equal to root of rho. Rho എന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ ഡെൻസിറ്റി. ഫ്ലൂയിഡിന്റെ വാട്ടറിന്റെ ഡെൻസിറ്റി എപ്പോഴും 1000 kg/m³ ആണ്. അതിൽ 10⁻³ ആണ്. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫിഗർ റബ്ബ് ചെയ്യണം. റോ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ഡെൻസിറ്റി 1000 kg/m³ ആണ്, അല്ലെങ്കിൽ 10⁻³. So റോയ്ക്ക് പകരം ഒമേഗ ഇസ് ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റോയുടെ സ്ഥാനത്ത് ഞാൻ 10⁻³ ഇൻറ്റു ഏരിയ. നമ്മൾ ഒരു സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇൻവേഴ്സ് ചെയ്തത്. അപ്പോൾ സിലിണ്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. സോ ഏരിയ ഓഫ് ദി സിലിണ്ടർ ഇസ് ഈക്വൽ ടു πr² ഇൻറ്റു ജി. ജിയുടെ വാല്യൂ 9.8 1000 ഡിവൈഡഡ് ബൈ മാസ്. 310 ml ഉള്ള വാട്ടർ ഫിൽ ചെയ്തിരിക്കുന്ന സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇമ്മേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ 3 × 10⁻³ ശരിയല്ലേ? 3 × 10⁻³ 3 × 10⁻³. That is omega is equal to root of 10⁻³ into പൈയുടെ വാല്യൂ 3.14 into r². ഈ സിലിണ്ടറിക്കൽ റേഡിയസ് എന്ന് പറയുന്നത് 2.5 ആണ്. 2.5² × 10 ഡിവൈഡഡ് ബൈ 3 × 10⁻³ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 7.95 റേഡിയസ് പെർ സെക്കൻഡ് കിട്ടും. 7.95 റേഡിയസ് പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ നമ്പർ അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ചെയ്യുമ്പോൾ ഏകദേശം 7.95 റേഡിയസ് പെർ സെക്കൻഡ്. ഓപ്ഷൻ നമ്പർ ബി എന്ന് പറയുന്നത് 7.95 റേഡിയസ് പെർ സെക്കൻഡ് ആണ്. ഓപ്ഷൻ നമ്പർ ബി എന്ന് പറയുന്നത്, ഓപ്ഷൻ നമ്പർ എ എന്ന് പറയുന്നത് 2.50 റേഡിയസ് പെർ സെക്കൻഡ്. ഓപ്ഷൻ നമ്പർ ബി എന്ന് പറയുന്നത് 7.95 റേഡിയസ് പെർ സെക്കൻഡ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 5 റേഡിയസ് പെർ സെക്കൻഡ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1.25 റേഡിയസ് പെർ സെക്കൻഡ്. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ ബി ആണ്, 7.95 റേഡിയസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ബോയിന്റ് ഫോഴ്സ്, ഫ്ലൂയിഡ് സിലിണ്ടർ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുക്കുന്ന ആ ഒരു ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റിനെ നമ്മൾ ശരിക്കും ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് എടുക്കുകയാണ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ബാക്കി എല്ലാ കാര്യങ്ങളും വളരെയധികം ഈസിയാണ്. സിലിണ്ടറിൻ്റെ ഏരിയ πr² ആണ്, അതുപോലെ തന്നെ ഹൈറ്റിനുള്ളത് x ആണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയാൽ വളരെയധികം ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഈ പ്രോബ്ലം നീറ്റിൻ്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ എല്ലാം വരും, പക്ഷേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെയധികം ഈസിയാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7.95 റേഡിയസ് പെർ സെക്കൻഡ് ആണ്. ഒമേഗയുടെ വാല്യൂ 7.95 റേഡിയസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി 2 പ്രോബ്ലംസ് കൂടി വർക്കൗട്ട് ചെയ്യാം. ഈ ഒരു പ്രോബ്ലത്തിലൂടെ എല്ലാവരും കുറച്ച് ഞാൻ കുറച്ച് ടയർഡായി, കാണുന്ന എല്ലാവരും കുറച്ച് ടയർഡായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ചാപ്റ്ററിലെ പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.